തൃശൂർ വെള്ളിക്കുളങ്ങര അമ്പനോളിയിൽ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. ഓട്ടോക്കാരൻ ഗോവിന്ദന്റെ മുറ്റത്തെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. ഇവിടെ ആനയുടെ ശല്യം കൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റണില്ല. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടാണ് ഇന്നലെ ആന വന്ന് വാഴകളൊക്കെ നശിപ്പിച്ചിരിക്കുന്നത്. അടുത്തുള്ള പറമ്പിലും വന്ന് ആന വാഴ നശിപ്പിച്ചിട്ടുണ്ട്. ആനയും പുലിയും പന്നിയും എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട്. ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അധികാരികൾ കാണണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തൃശൂർ വെള്ളിക്കുളങ്ങരയിലാണ് അമ്പനോളിയിൽ വീട്ടുമുറ്റത്തെത്തി കാട്ടാന കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. സാധാരണ ഈ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതെല്ലാം തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടുമുറ്റത്ത് വരെ ഈ കാട്ടാന എത്തിയിരിക്കുന്നു, കൃഷി നശിപ്പിച്ചിരിക്കുന്നു എന്നതടക്കം ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ വനംവകുപ്പിന്റെ എന്ത് ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ. കാട്ടാന ഇറങ്ങുന്ന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ വെള്ളിക്കുളങ്ങര. ഈ സമീപ പ്രദേശങ്ങളായ കോടാലി, രണ്ടുകൈ ഇതെല്ലാം വനമേഖലയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആന ഇറങ്ങുന്നത് ഇവിടത്തുകാർക്ക് ഒരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ വീട്ടുമുറ്റത്ത് ഇത്തവണ ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാന വീടിന്റെ മുറ്റത്ത് വരെ എത്തി. ജനവാസ മേഖലയിൽ എത്തിയ ആന വീട്ടുമുറ്റത്ത് വരെ എത്തി എന്നുള്ളതാണ് ഇവരെ ഭീതിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ ആന എത്തിയിട്ടുള്ളത് അമ്പനോളിയിലുള്ള ക്രഷറിന് സമീപത്ത് താമസിക്കുന്ന ഓട്ടോക്കാരൻ ഗോവിന്ദന്റെ വീടിന് മുറ്റത്തുണ്ടായിരുന്ന വാഴകളാണ് ഈ പുലർച്ചെ എത്തിയ കാട്ടാന നശിപ്പിച്ചത്. 7 വാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളൂ എങ്കിലും ഇവരെ ഭീതിയിലാഴ്ത്തുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീടിന്റെ മുൻപിൽ വരെ ആന എത്തി എന്നുള്ളതാണ്. സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലെല്ലാം ഈ കാട്ടാന എത്തുന്നത് പതിവാണ്. പക്ഷേ ആ കൃഷിയിടവും കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തി വീടിന്റെ മുൻപിൽ വരെ ആന എത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടത്തുകാർ കടുത്ത ഭീതിയിലാണ്. ആന മാത്രമല്ല, പുലിയുണ്ട്, കാട്ടുപന്നിയുണ്ട്. ഇതിന്റെ എല്ലാം ശല്യം ഈ മേഖലയിൽ രൂക്ഷമാണ്. വനവകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആന ഈ വാഴക്കൃഷി നശിപ്പിച്ച ശേഷം തൊട്ടടുത്ത പറമ്പിലുണ്ടായിരുന്ന പ്ലാവിലെ ചക്കകളും തിന്നു തീർത്തിട്ടാണ് ആന മടങ്ങിയത്. എന്തായാലും നേരം വെളുക്കുന്നതിന് മുൻപേ തന്നെ ആന ഈ വാഴക്കൃഷി നശിപ്പിച്ച് ചക്കയെല്ലാം തിന്നു തീർത്തതിനു ശേഷമാണ് മടങ്ങിയത്. എന്തായാലും വനംവകുപ്പ് ഈ വിഷയത്തിൽ ആന ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന അതെങ്കിലും തടയണമെന്നാണ് ഇവിടുത്തെ ആളുകളുടെ ആവശ്യം. വനമേഖലയോട് ചേർന്ന് നടക്കുന്ന പ്രദേശമൊക്കെ ആണെങ്കിൽ കൂടി വീട്ടുമുറ്റത്തേക്ക് എത്തിയാൽ ഒരുപക്ഷെ നാളെ വീട് ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നതാണ് ഇവരെ ഭീതിപ്പെടുത്തുന്ന കാര്യം. എന്തായാലും വനംവകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളിലൊക്കെ വിശ്വാസം. ശരി അനീഷ്.